നിങ്ങൾക്കറിയാമോ, ഇന്നാണ് മലയാളത്തിന്റെ പ്രിയ കഥാകൃത്തും നോവലിസ്റ്റും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസം. 1908 ജനുവരി 21 കോട്ടയം തലയോലപ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ലളിതമായ ഭാഷയിലൂടെയും സാധാരണക്കാരുടെ ജീവിതം വരച്ചുകാട്ടിയും മലയാള സാഹിത്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന എഴുത്തുകാരനാണ് ബഷീർ. ജീവിതാനുഭവങ്ങൾ തന്നെ കഥകളാക്കി മാറ്റിയ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി എന്നിവയൊക്കെ. 1994 ജൂലൈ 5 അദ്ദേഹത്തിന്റെ വിയോഗം. ഒരുപാട് കഥകളും നോവലുകളും നൽകി ഒരു ജനത മുഴുവൻ നെഞ്ചിലേറ്റിയ ബേപ്പൂർ സുൽത്താന് ശതകോടി പ്രണാമം. ഒരു യുവാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ വീണ്ടും കാണണമെന്ന് മോഹം. അങ്ങനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ എന്തൊക്കെയോ പറയണമെന്ന മോഹം. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അവിടെയാണ് പ്രേമം പൊട്ടിമുളയ്ക്കുന്നത്. പ്രേമത്തെപ്പറ്റി പാടിപ്പറഞ്ഞ് നടന്ന് പ്രേം നസീർ എന്ന പേരും കിട്ടി. ആ ഇടയ്ക്കാണ് ചെട്ടിക്കുളങ്ങരയിലെ ഭരണി മഹോത്സവം. അങ്ങനെ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമേയുടെ തേരോട്ടം, 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 തേരോട്ടം. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമേയുടെ തേരോട്ടം, 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 തേരോട്ടം.